ഇപ്പോൾ നമ്മുടെ മുന്നിൽ ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ യുവ ഫാഷൻ ഡിസൈനർ ദമ്പതികളായ അഖിലും ഐശ്വര്യയും അവരുടെ സുന്ദരിയായ മോഡൽ ഗായത്രിയും നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ അതിഥികളായിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഫാഷൻ ഡിസൈനിങ് രംഗത്തേക്ക്, മോഡൽ രംഗത്തേക്ക് നിങ്ങളുടെ കടന്നുവരവ് ആദ്യം പറയാം. അതിനു മുൻപ് നിങ്ങൾ ആരാണ് എന്ന് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങളുടെ വേഷം കാണുമ്പോൾ തന്നെ അറിയാം. Actually, I'm a fashion designer. I graduated recently from London, and this is one of my proudest moment ever in my life. പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ഞാനാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് 60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. 15 സ്റ്റുഡൻസാണ് ഈ വർഷം യൂണിവേഴ്സിറ്റി ഓഫ് ബെഡ്ഫോർഡ്ഷയറിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തത്. അത് തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രൗഡസ്റ്റ് മൊമെന്റ് ആണ്. കേരളത്തെ സംബന്ധിച്ച് MBBS എഞ്ചിനീയറിംഗ് ഇവ പാസ്സാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ധാരണയോ തെറ്റിദ്ധാരണയോ അപ്പോൾ സജീവമായിട്ടുണ്ട്. ഞാൻ ഐശ്വര്യയുടെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചപ്പോൾ ഐശ്വര്യ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ കോഴ്സ് പാസ്സായതിനു ശേഷം അച്ഛനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എൻ്റെ അച്ഛന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുകയുണ്ട്. അത്രത്തോളം വികാര നിർഭരമായിട്ടാണ് ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടത്. എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള ഒരു കാര്യം? ആക്ച്വലി എൻ്റെ ഫാമിലി, എൻ്റെ അച്ഛനാണെങ്കിൽ ഹീസ് എ ഡോക്ടർ, ആൻഡ് എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ എന്നെ ഫസ്റ്റ് ലണ്ടനിലേക്ക് വിട്ടപ്പോഴും എൻ്റെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കിനും എല്ലാ കാര്യത്തിനും എൻ്റെ അച്ഛൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ളൊരു രീതി വിട്ട് എൻ്റെ അച്ഛന് അതൊരു ചിന്തിക്കാൻ പറ്റിയത്, അത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൗഡസ്റ്റ് മൊമെന്റ്. ഐശ്വര്യയുടെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? അഖിലിന് എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? ഞാൻ ലണ്ടനിൽ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാണ്. ഞങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. ലണ്ടനിൽ വെച്ച് ഞങ്ങൾ കോഴ്സ് ചെയ്ത് ഇൻ ബിറ്റ്വീനാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്ന് 2014 മാരേജ് ചെയ്തത്, ഓഗസ്റ്റ് 28. അതിനുശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഫാഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്തത്. ഞാൻ ലണ്ടനിൽ നിന്ന് MBA കഴിഞ്ഞതാണ്. MBA കഴിഞ്ഞിട്ട് ഫാഷൻ ഇൻഡസ്ട്രിയിലോട്ട് മാനേജ്മെൻറ്റും ബിസിനസ്സും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ ഫാഷൻ ഇൻഡസ്ട്രിയിലോട്ട് ഒരുമിച്ച് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം വൈഫ് ഐശ്വര്യ ഡിസൈൻ ചെയ്യുന്ന വർക്കുകൾ മാർക്കറ്റ് ചെയ്യാനോ അത് മാനേജ് ചെയ്യാനോ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതിന് എന്നെ MBA വളരെയധികം ഹെൽപ്പ് ചെയ്തു. പിന്നെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും അധികം വേണ്ടത്. എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഐശ്വര്യയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. കാരണം ഫാഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണകൾ വളരെയധികം ഉണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതും വേണ്ടതുമായത് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടാണ്. അത് ഞങ്ങൾക്ക് വളരെയധികം നന്നായി കിട്ടുന്നുണ്ട്. അച്ഛനടുത്താലും അമ്മയെടുത്താലും എല്ലാവരും. ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇപ്പോഴത്തെ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങളൊരു ഷോ ചെയ്തായിരുന്നു. അത് 2016 ഗ്രാജുവേറ്റ് ഫാഷൻ വീക്ക്. അത് 2 months ബിഫോർ നമ്മൾ ലണ്ടനിലാണ് ചെയ്തത്. അതിൽ ഞങ്ങൾ മ്യൂറൽ പെയിന്റിംഗ് ആണ് അതിൻ്റെ ഞങ്ങളുടെ തീമായിട്ട് എടുത്തത്. ഞങ്ങൾ ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂറൽ പെയിന്റിങ്ങിൽ. വൈഫ് ഐശ്വര്യ മ്യൂറൽ പെയിന്റിങ് പഠിച്ചിട്ടുണ്ട് പ്രൊഫഷണലി. അത് പഠിച്ചത് ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഞങ്ങൾ അതിനകത്ത് നാട്ടിൽ വന്ന് റിസർച്ച് ചെയ്ത് ഗുരുവായൂർ ഉൾപ്പെടെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മ്യൂറൽ പെയിന്റിങ്ങിന്. അവിടുത്തെ പ്രൊഫസേഴ്സിനെ കണ്ടു, ആർട്ടിസ്റ്റിനെ മീറ്റ് ചെയ്തു. അവർ മ്യൂറൽ പെയിന്റിങ്ങിൽ 5 കളേഴ്സ് ഉണ്ട്, അത് നാച്ചുറലായിട്ട് മേക്ക് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ മ്യൂറൽ പെയിന്റ് ആർട്ടിസ്റ്റ് ഉണ്ട്, വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ഇൻ കേരള, മിസ്റ്റർ കണ്ണൻ്റെ ഹെൽപ്പോട് കൂടി ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ ഈ മ്യൂറൽ പെയിന്റിങ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത വർക്കിലോട്ട് ഞങ്ങളത് അഡാപ്റ്റ് ചെയ്തെടുത്തു. ആ ഡിസൈൻ എന്ന് പറയുന്നത് ഞങ്ങൾ യൂറോപ്യൻ സ്റ്റൈലാണ് അഡാപ്റ്റ് ചെയ്തേക്കണേ. അതിലോട്ട് നമ്മുടെ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഡിവോഷണൽ ടച്ച് വരും. അപ്പം നമ്മളത് തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ യൂറോപ്യൻ സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്തേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്ത വർക്ക് ഗ്രാജുവേറ്റ് ഫാഷൻ വീക്കിൽ ഞങ്ങൾ ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വളരെയധികം അപ്രീസിയേഷൻ പല ഭാഗത്തുനിന്നും ഉണ്ടായി. എക്സിബിഷൻസിന് വേണ്ടി വിളിച്ചു. ഞങ്ങൾ ലണ്ടനിൽ കുറേയധികം അപ്പം ലണ്ടനിൽ ഇത് കാണുന്നവർ പറയുന്നത് ശരിക്കും കേരളത്തിൽ പോയി അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ ചെയ്ത വർക്ക് മോറോവർ നമ്മളിത് ചെയ്തേക്കണ സെറ്റ് സാരിയിലാണ്. ഇതൊരു സെറ്റ് സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് വനിത ഉടുത്താലും ഒരു പ്രത്യേക ബ്യൂട്ടി നമുക്കതിനെ നമുക്ക് എന്താ പറയുക, ഒരു എൻഹാൻസ് ചെയ്യും നമ്മുടെ ബ്യൂട്ടി. അതിനൊരു പ്രത്യേക കഴിവുണ്ട് സെറ്റ് സാരിക്ക്. അത് എന്ത് റിലീജിയൻ ആണെങ്കിലും എന്ത് കളറാണേലും സെറ്റ് സാരിക്കുള്ളൊരു ഭംഗി എന്ന് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിൽക്കിനേക്കാൾ ഉപരി ഏറ്റവും ബെറ്റർ ആയിട്ട് ചൂസ് ചെയ്തത് സെറ്റ് സാരിയാണ്. സെറ്റ് സാരിയുടെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്പീഷ്യസ് ഒരു സാരിയാണല്ലോ സെറ്റ് സാരി. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തത്സമയം നമ്മുടെ സ്റ്റുഡിയോയിൽ അഖിലിന്റെയും ഐശ്വര്യയുടെയും കൂടെ വന്നിട്ടുള്ള ഗായത്രി എന്ന സുന്ദരിയായ മോഡൽ. ഇപ്പോൾ അഖിൽ സൂചിപ്പിക്കുന്ന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂറൽ പെയിന്റിങ്ങിനെ എങ്ങനെ നമ്മളുടെ വസ്ത്രങ്ങളിലേക്ക്
പെയിന്റിങ് ഞങ്ങൾ ഓൾമോസ്റ്റ് 7 to 8 months എടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഒത്തിരി റിസർച്ച് ചെയ്യണം, കാരണം നമ്മൾ നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള ഒത്തിരി ഇമ്പോർട്ടൻസ് അതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഫാബ്രിക് ചൂസ് ചെയ്യുമ്പോൾ, ഇത് ഫാബ്രിക്കിൽ നമ്മളൊരു പെയിന്റ് ചെയ്യുമ്പോൾ നമ്മളിത് ഹാൻഡ് മെയ്ഡാണ് ഈ സാധനം. നമ്മളൊരിക്കലും എന്താ പറയുക, വേറൊരു രീതിയിലും നമ്മൾ ടെക്നിക്കലായിട്ടുള്ള യാതൊരുവിധ സപ്പോർട്ടും നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒത്തിരി റിസർച്ച് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ആർട്ടിസ്റ്റ്, ഫേമസ് ആയിട്ടുള്ള പല ആർട്ടിസ്റ്റ് ഇതിനു വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫൈൻഡിങ്സ്, അവരുടെ റിസർച്ച് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫാബ്രിക്കിൽ പെയിന്റ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഹോളി ഫോളർ എന്ന് പറയുന്ന ഒരു US ഡിസൈനറാണ്. അദ്ദേഹത്തിന്റെ റിസർച്ച്, ഷീസ് എ ലേഡി, സോറി, അക്കോർഡിംഗ് ടു ഹെയർ റിസർച്ച് എന്താ പറയുന്നത്, ആ ഏറ്റവും നല്ല ഫാബ്രിക് എന്ന് പറയുന്നത് സിൽക്കാണ് നമുക്ക് ഫാബ്രിക് പെയിന്റിങ്ങിന്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് സെറ്റ് സാരിയാണ്, ബിക്കോസ് ഇറ്റ്സ് ആൻ ഓസ്പീഷ്യസ് ഫാബ്രിക്. ഐശ്വര്യയാണ് ആ ഡിസൈൻസ് എല്ലാം ചെയ്തത്. എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഐശ്വര്യക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ ഇതിനകത്ത് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫാഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ ഐശ്വര്യക്ക് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്, ഫ്രീഡവും കൊടുക്കുന്നുണ്ട്. അതാണ് ഐശ്വര്യ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എന്നാലും നമുക്കത് ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനും നമുക്ക് കോമ്പീറ്റ് ചെയ്യാനും നമുക്കൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ലണ്ടനിൽ ഒരു ബ്രാൻഡ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് എസ്ക്വയർ ലണ്ടൻ. ഞങ്ങളത് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് ഗോയിങ് ആണ്. എന്താണ് ഐശ്വര്യ ഇങ്ങനെ ഇപ്പോൾ ഫാഷൻ ഓരോ ദിനം മാറിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെയിന്റിങ്ങിലേക്കും ഇത് കൊണ്ടുവരാൻ, ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ നന്നായിരിക്കുമെന്ന ചിന്ത വരാനുണ്ടായ ഒരു കാരണം? ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വാണ്ട് ടു സീ വാട്ട്സ് അവർ സിഗ്നേച്ചർ സ്റ്റൈൽസ്, ബിക്കോസ് ഇതൊരു ഗ്രാജുവേറ്റ് ഫാഷൻ വീക്കാണ്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരും വാച്ച് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റൈലാണ് അവർ നമ്മളോട് ഷോ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ആസ് ആൻ ഇന്ത്യൻ, ആസ് എ മലയാളി, എനിക്ക് ലോകത്തിനോടും അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടും ലണ്ടനിലുള്ള എൻ്റെ എല്ലാ ടീച്ചേഴ്സിനോടും എനിക്ക് ഷോ ചെയ്യാൻ പറ്റിയ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈനാണ് മ്യൂറൽ പെയിൻറ്റിങ്ങും അതിൻ്റെ ഒരു ഫ്യൂഷൻ പ്രോജക്റ്റ്, അതായത് മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ വെസ്റ്റേൺ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2 വർഷത്തോളം മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എനിക്ക് ആ പഠിച്ച ആ ഒരു കഴിവ് എനിക്ക് പ്രൂവ് ചെയ്യാനും കൂടെ ഉള്ളൊരു അവസരമാണ്. ഐശ്വര്യ ഗ്രാജുവേറ്റ് ഫാഷൻ വീക്ക് 2016 സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇരുവരും. ഒപ്പം തന്നെ ഫാഷൻ TVയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, എക്സ്പീരിയൻസ് ഉണ്ട്, ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു മോളോ മോനോ FTV കാണുകയാണെങ്കിൽ പോടി കഴിഞ്ഞിട്ട് പഠിക്കാൻ നോക്കണി FTV ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, തുണിയില്ലാത്തവരുടേതാണ് ഇങ്ങനെയുള്ളൊരു സംസ്കാരം ഇപ്പോഴും കേരളത്തിൽ പല ഭാഗങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള ഉപദേശം നൽകുന്ന മാതാപിതാക്കളോട് നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയിൽ, ഫാഷൻ ഡിസൈനേഴ്സ് എന്നുള്ള നിലയിൽ, കേരളത്തിൽ നിന്ന് അതിനെ പ്രശസ്തമാക്കുന്നവരെന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മ്യൂറൽ പെയിൻറ്റിങ് ഡിസൈൻസ് ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻ എക്സോട്ടിക് സ്റ്റൈൽ, ബിക്കോസ് അത് നമ്മൾ ദൈവികമായിട്ട് ചെയ്യുന്നതാണ് മ്യൂറൽ പെയിൻറ്റിങ്. അതിനകത്ത് ദൈവങ്ങളുടെ ഇമേജസ് ഉണ്ട്, ദൈവങ്ങളുടെ ഓരോ രൂപങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്കതൊരു എക്സോട്ടിക് ഓർ സെക്സി ആ ഒരു മോഡലിൽ നമ്മൾക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈവൺ അത് ലണ്ടനിലുള്ള ഫേമസ് മോഡൽസ് എല്ലാവരും ഇത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു എക്സോട്ടിക് ലുക്ക് കിട്ടാണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെ നമ്മളത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്, പക്ഷേ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് വാട്ട് അവർ കൾച്ചർ ഈസ്. സോ എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യാം, നമുക്ക് നമ്മളുടെ ഓൺ ഡിസൈൻസ് ഫോളോ ചെയ്യാം. ആസ് എ ഡിസൈനർ എനിക്ക് എൻ്റെ ഓൺ രീതികളുണ്ട്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്താണോ വി ഹാവ് ടു ഷോ വാട്ട് വി ആർ. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെയാണ് ഒരാൾ നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഐശ്വര്യ ഈ ഷോയിലേക്ക് വരുമ്പോൾ, ഇന്നത്തെ ഈ മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായിട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ എന്ത് കോസ്റ്റ്യൂം വേണമെന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ ഐശ്വര്യ കമ്മലിട്ടിരിക്കുന്നത് ഒരെണ്ണം ചുവപ്പ്, ഒരെണ്ണം പച്ച. അത് ഇങ്ങനെ തന്നെ വേണമെന്ന് നിങ്ങൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തത്? ആക്ച്വലി ഐശ്വര്യ എന്ത് വെയർ ചെയ്യുമ്പോഴും ഞാനൊരു സപ്പോർട്ട് കൊടുക്കും. വി ഷുഡ് ബി യൂണീക്ക്. നമ്മൾ ഫാഷൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ, ഫാഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വി നീഡ് ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്.
എന്നാലും നമുക്ക് ഇതിനകത്തൊരു ശരിക്കും നമ്മൾ ഇപ്പം ഞാനൊരു എന്താ പറയുക ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്നോട് എൻ്റെ ഹെഡിൽ നിന്ന് പറയുന്നത് നിങ്ങളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ യു നീഡ് ടു തിങ്ക് ആസ് എ സ്റ്റുപ്പിഡ്. നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയണേ, നമ്മുടെ ഒരു സാറ് നമ്മളോട് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ പറയണേ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമ്മൾ പഠിച്ച തിയറീസ് ഉണ്ട്, യു ഷുഡ് ഫോളോ ദാറ്റ്. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മളോട് പറയണേ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നമ്മൾ സ്റ്റുപ്പിഡായിട്ട് തിങ്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഇന്നവേറ്റീവ് ആകണം, നമ്മൾ കൂടുതൽ ഡിസൈൻസ് കൊണ്ടുവരണം. നമുക്ക് ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വിയർ ചെയ്യുന്ന എല്ലാ ഡ്രസ്സും, ഇപ്പം ഞാനിട്ടേക്കണ കോട്ടൺ ആണെങ്കിലും ഏത് ഡ്രസ്സ് പോളിസ്റ്റർ ആണെങ്കിലും എല്ലാ ഡ്രസ്സിനുമുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ അത് UV പ്രൊട്ടക്ഷൻ നൽകുന്നില്ല. നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കാരണം എല്ലാ മാസവും വേണേൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലുള്ള സയൻറ്റിസ്റ്റുമായിട്ട് ഞങ്ങൾ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ബാംബു ഫാബ്രിക് ഉൾപ്പെടെ പല ഫാബ്രിക്സും നമുക്ക് ഈ സാധാരണ ഒരു ഫാബ്രിക് തരുന്ന 6% UV പ്രൊട്ടക്ഷൻ ആണ്. ഈ ഓർഗാനിക് ഫാബ്രിക് അപ് ടു 60% നമുക്ക് UV പ്രൊട്ടക്ഷൻ നൽകും. ദാറ്റ് മീൻസ് എ ലോട്ട്. അപ്പോൾ ഇപ്പം ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ 2 ഫാഷൻ ഡിസൈനേഴ്സ് എന്ന നിലയിൽ ഇപ്പോൾ പുതിയ കുട്ടികൾ ഫാഷൻ ഡിസൈനിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിരിക്കും അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെടുത്താൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്താവാം എങ്ങനെയാവാം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ഈ ഫാഷൻ ഡിസൈനിങ്ങിലേക്കുള്ള ഒരു ഓപ്പണിംഗ്? അവർക്ക് nowadays everybody has the chances. നമുക്കിപ്പോൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം, ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. അല്ലെങ്കിൽ പുറത്ത് ഒത്തിരി പേരുണ്ട്, ലണ്ടൻ ആണെങ്കിലും US ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അഫോർഡബിൾ ആണ്, ആർക്കും റീച്ച് ചെയ്യാം, ഈസി ആയിട്ട് റീച്ച് ചെയ്യാവുന്നതാണ്. കുറച്ച് റിസർച്ച് ചെയ്യണം, നല്ല യൂണിവേഴ്സിറ്റീസ്, നമുക്ക് ചെയ്യാവുന്ന. ആദ്യം നമുക്ക് വേണ്ടത് പാഷനാണ്, പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. നമുക്ക് അതുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി. ഞാനൊന്ന് ഇടപെടുകയാണ്. കാരണം ഞാൻ ചിലപ്പോൾ കോഴ്സുകൾ നമ്മൾ അക്കാദമിക്കായിട്ട് ദീർഘകാലം പഠിക്കുന്നവരുണ്ട് ഫാഷൻ ഡിസൈനിങ്, അല്ലാതെ തന്നെ മിനിമം കുറച്ച് മന്ത്സിൽ മാത്രം പഠിച്ചെടുക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയുള്ളതായിരിക്കും നമുക്ക് അർത്ഥവത്തായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്, എങ്ങനെ നമ്മൾ പഠിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കുന്നു? അത് ഐശ്വര്യയായിരിക്കും പറയാൻ കൂടുതൽ. കാരണം 3 ഇയർ കോഴ്സ് ചെയ്ത് ഗ്രാജുവേറ്റ് ചെയ്ത് വന്നേക്കണ വൈഫ് തന്നെയായിരിക്കും കൂടുതൽ പറയാൻ എളുപ്പം. ആക്ച്വലി ഇത് നമ്മൾ കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തിയററ്റിക് ബേസ്ഡ് ആണ്. പക്ഷേ നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. ഓരോ പ്രോജക്ട്സ് തരും, അവർ ഓരോ ടോപ്പിക് തരും, നമ്മൾ അതിനെപ്പറ്റി ഫുൾ റിസർച്ച് ചെയ്ത് അത് ഓൺ ടൈമിൽ സബ്മിറ്റ് ചെയ്യുക. എക്സാംസ് ഉണ്ട്, അത് ക്വൈറ്റ് നോർമൽ. അപ്പോൾ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ഫാബ്രിക് റിസർച്ച് ആൻഡ് സംതിങ്. സോ ഇപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് പല ഡിസൈനേഴ്സായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, പല മോഡൽസായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ ഫോർമുല 1 ആഞ്ചലിന കാലി എന്ന് പറഞ്ഞ ഒരു വൺ ഓഫ് ദ ഫേമസ് മോഡലായിട്ട് ഞങ്ങളൊരു ഷോ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ആ ഒരു വാട്ട് ദേ ആർ തിങ്കിങ് ആൻഡ് നമ്മൾക്ക് അവരായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്ത് നമുക്ക് ഓരോ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലാണ് ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിൽ പ്രാക്ടിക്കൽ ബേസ്ഡ് ആണെങ്കിലാണ് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ശരി പോലും ഇപ്പോൾ ഇന്ത്യയിലും ഒത്തിരി സ്ഥാപനങ്ങളിൽ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നു, പക്ഷേ പുറമേയുള്ള ഒരു കൺട്രിയാണ് ശരി പോലും ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ടോ? ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കേരളത്തിൽ തന്നെ 1 ഇയർ ഇന്ത്യ ഇപ്പോൾ ഡൽഹി, ബോംബെ എന്ന് പറഞ്ഞ അങ്ങനെ അവിടെ നിന്ന് ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ബാക്കി 3rd ഇയർ 2nd ഇയർ ഒക്കെ അവർക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവൾ 1 ഇയർ ഇന്ത്യയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 2nd ഇയറും 3rd ഇയറും ഷി വെന്റ് ടു ഇറ്റലി ഓർ സംവെയർ. സോ അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാം കുട്ടികളായാലും ദേ ആർ ദേ റിയലി ലൈക്സ് ഫാഷൻ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ചോദിക്കുന്നത് അവർക്കും ഈ ഒരു ഫീൽഡ് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ ആ ഒരു ഇത് തന്നെയാണ് എല്ലാ പാരൻസും കുട്ടികളെ. അതിൽ നിന്ന് മാറ്റം വരുന്നു, പുരോഗമനപരമായ മാറ്റം വരുന്നു. അവസാനമായി നമ്മുടെ സമയപരിമിതി മൂലം ഈ മ്യൂറൽ പെയിന്റിങ്ങിനെ വസ്ത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു പുതിയ മാറ്റം അത് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, വ്യത്യസ്തമായ വസ്ത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ബ്രൈഡൽ കളക്ഷൻ എന്തൊക്കെയാണ് ഇപ്പോൾ? ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാജസ്ഥാനി
ആൻഡ് കേരള ഹിന്ദു വെഡ്ഡിംഗ് ആയിരുന്നു. അതൊരു രാജസ്ഥാനിൽ റിസർച്ച് ചെയ്ത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വെഡ്ഡിംഗ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഈവൻ ഒരു ഹിന്ദു വെഡ്ഡിങ്ങിൽ സാരി നോർമൽ എല്ലാവരും പട്ട് സാരി എല്ലാം ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മുല്ലപ്പൂ പോലും ഇല്ലാതെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതി ഫോളോ ചെയ്ത് ആണ് ഞങ്ങളുടെ വെഡ്ഡിങ് ചെയ്തത്. നമ്മൾ വെഡ്ഡിങ് കളക്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എല്ലാവരും വി വാണ്ട് ടു തിങ്ക് ഔട്ട് ഓഫ് ദി ബോക്സ്. സോ ഒരു കൾച്ചറൽ അമാൽഗമേഷനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ പലതരം കൾച്ചറുണ്ട്. നമ്മളൊരു വെഡ്ഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൾച്ചർ ഫോളോ ചെയ്യണമെന്നില്ല. അറ്റ് ദ മീൻ ടൈം നമുക്ക് നമ്മുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റും വേണം. അപ്പം ഞങ്ങൾ രാജസ്ഥാനിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ രാജസ്ഥാനി സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ഷെർവാണി പോലുള്ളൊരു ഫാബ്രിക്കാണ് ഡിസൈൻ ചെയ്തിട്ട് ഐശ്വര്യ ഡിസൈൻ ചെയ്തത് ഞങ്ങൾ മേക്ക് ചെയ്ത് ഷെർവാണി പോലുള്ളതും, പിന്നെ ഐശ്വര്യ ആണെങ്കിൽ രാജസ്ഥാനി സ്റ്റൈലിൽ എന്താ പറയുന്നത് ആ സ്റ്റൈലാണ് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് വെഡ്ഡിങ്ങിന് പോലും യൂസ് ചെയ്തത് 2014. അത് വളരെയധികം അപ്രീഷിയേറ്റബിൾ ആയിരുന്നു. ഒത്തിരി പേര് ഞങ്ങളുടെ അടുത്ത് എൻക്വയറി ചെയ്തു, ഞങ്ങളുടെ ഫോട്ടോസ് മേടിച്ചു, വെഡ്ഡിങ്ങിന് വേണ്ടി അവർ കളക്ഷൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ ട്രെൻഡ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് പറഞ്ഞാൽ നല്ലൊരു ഹാപ്പിയാണ്. കാരണം വെച്ചാൽ നമുക്ക് ട്രെൻഡ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, പേരൻസിന്റെ കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളോടുള്ള സമീപനം മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മാറേണ്ട സമയമായിരിക്കുന്നു കുറേയൊക്കെ. കാരണം വേൾഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കേരളത്തെ സംബന്ധിച്ച് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്കണ്ഠയോടുകൂടി ഏതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ആശങ്കയോടുകൂടി നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, ചെറുപ്പക്കാരെ സംബന്ധിച്ച് മാതൃകയാക്കാവുന്ന 2 പേരെയാണ് നമ്മൾ ഇന്ന് മോർണിംഗ് റിപ്പോർട്ടിൽ പരിചയപ്പെടുത്തിയത്. ഓഗസ്റ്റ് 15 വരുന്നു, സ്വാതന്ത്ര്യദിനം വരുന്നു, ഓണം വരുന്നു. ഈ 2 കാര്യങ്ങളുമായി ചേർത്ത് വെക്കാം ഇവരുടെ ഈ പുതിയ രംഗത്തെ. കാരണം ഓണത്തിന് ചേരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഫാഷൻ ഡിസൈൻ വിപണിയിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ സംസ്കാരങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് വസ്ത്ര വിപണിയിലേക്ക്, ഫാഷനിലേക്ക് കൊണ്ടുവരുന്നു. അഖിലിനും ഐശ്വര്യയ്ക്കും ഐശ്വര്യ ഓക്കെ അഖിലിനും ഐശ്വര്യയ്ക്കും വളരെ നന്ദി, സന്തോഷം പ്രഭാതത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ രാവിലെ 7 മണിക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം റിയോ കാർണിവൽ കാണാം. നമസ്കാരം.